ഹലോ, എല്ലാവർക്കും നമസ്കാരം. കേരള പി എസ് സിയുടെ റിനൈസൻസ് നവോത്ഥാനം എന്ന ടോപ്പിക്കിലെ എല്ലാ സബ് ടോപ്പിക്കുകളും കവർ ചെയ്യുന്ന ക്യാപ്സ്യൂൾ സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ സബ് ടോപ്പിക് യോഗക്ഷേമ സഭയാണ്. അപ്പോൾ നിങ്ങളുടെ പി എസ് സിക്ക് തയ്യാറെടുക്കുന്ന എല്ലാ ഫ്രണ്ട്സിനും വീഡിയോ ഷെയർ ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾ കേരള നവോത്ഥാനത്തിലെ നിർണായകമായൊരു പ്രസ്ഥാനത്തെക്കുറിച്ചാണ് പഠിക്കുന്നത്, യോഗക്ഷേമ സഭ. യോഗക്ഷേമ സഭയെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1908 ആലുവയിൽ വെച്ചാണ് ഈ സംഘടന രൂപീകരിച്ചത്. നമ്പൂതിരി സമുദായത്തിലെ അനാചാരങ്ങൾ അവസാനിപ്പിക്കുകയും അവരെ ആധുനിക സമൂഹത്തിന്റെ ഭാഗമാക്കുകയായിരുന്നു എന്നതാണ് യോഗക്ഷേമ സഭയുടെ ലക്ഷ്യം. നമ്പൂതിരിയെ മനുഷ്യനാക്കുക എന്ന വി.ടി. ഭട്ടതിരിപ്പാടിന്റെ വിഖ്യാതമായ മുദ്രാവാക്യം എപ്പോഴും പരീക്ഷകളിൽ ചോദിക്കാറുണ്ട്. യോഗക്ഷേമ സഭയുടെ ഒരു പ്രധാന സ്ലോഗനാണ്, ഒരു പ്രധാന മോട്ടോ ആണ് മേക്ക് നമ്പൂതിരി എ ഹ്യൂമൻ ബീയിങ്. നമ്പൂതിരിയെ മനുഷ്യനാക്കുക, മേക്ക് നമ്പൂതിരി എ ഹ്യൂമൻ ബീയിങ് എന്നുള്ളതാണ് യോഗക്ഷേമ സഭയുടെ ആപ്തവാക്യം. 1908 ആലുവയിലാണ് യോഗക്ഷേമ സഭ സ്ഥാപിക്കപ്പെട്ടത്. ഇനി ഇതിന്റെ പ്രധാന നേതാക്കൾ ആരൊക്കെയാണെന്ന് നോക്കാം. യോഗക്ഷേമ സഭയുടെ ആദ്യത്തെ പ്രസിഡന്റ് ദേശമംഗലം ശങ്കരൻ നമ്പൂതിരിപ്പാടാണ്. ദേശമംഗലം ശങ്കരൻ നമ്പൂതിരിപ്പാടാണ് ഇതിന്റെ ആദ്യത്തെ പ്രസിഡന്റ്. ഫസ്റ്റ് സെക്രട്ടറി കീരങ്ങാട് വാസുദേവൻ നമ്പൂതിരിയാണ്. വി.ടി. ഭട്ടതിരിപ്പാട് യോഗക്ഷേമ സഭയിൽ ഒരു വൺ ഓഫ് ദ മേജർ റവല്യൂഷണറി റിഫോമർ ആണ്. അദ്ദേഹമാണ് യോഗക്ഷേമ സഭയെ കൂടുതൽ ജനകീയമാക്കുകയും ഒരുപാട് മാറ്റങ്ങൾക്ക് വഴിതെളിക്കുകയും ചെയ്തത്. യോഗക്ഷേമ സഭയിലെ മറ്റൊരു പ്രധാന ലീഡറാണ് കാണിപ്പയ്യൂർ ശങ്കരൻ നമ്പൂതിരിപ്പാട്. പ്രധാനമായിട്ടും യോഗക്ഷേമ സഭയെക്കുറിച്ച് ചോദിക്കുമ്പോൾ വി.ടി. ഭട്ടതിരിപ്പാടുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് കൂടുതൽ പ്രതീക്ഷിക്കാവുന്നത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട ലിറ്റററി ലാൻഡ്മാർക്സ് നോക്കാം. അതായത് സാഹിത്യരംഗത്ത് ഈ യോഗക്ഷേമ സഭയുമായി ബന്ധപ്പെട്ട പല രചനകളും വന്നിട്ടുണ്ട്. പ്രധാനപ്പെട്ട വി.ടി. ഭട്ടതിരിപ്പാടിന്റെ തന്നെ കുറെ രചനകൾ വന്നിട്ടുണ്ട്. ഉദാഹരണത്തിന് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് വി.ടി. ഭട്ടതിരിപ്പാട് എഴുതിയ ഈ നാടകം കേരള ചരിത്രത്തിലെ തന്നെ ആദ്യത്തെ സാമൂഹിക നാടകമാണ്. 1929 ഇത് പുറത്തിറങ്ങിയത്. അന്തർജനങ്ങളുടെ മോചനമായിരുന്നു ഇതിന്റെ ഇതിവൃത്തം. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് വി.ടി. ഭട്ടതിരിപ്പാടിന്റെ പ്രശസ്തമായ നാടകമാണ്. മറ്റൊരു പ്രധാന രചനയാണ് അപ്പന്റെ മകൾ. നമ്പൂതിരി സമുദായത്തിലെ വിവാഹ ആചാരങ്ങളെ വിമർശിച്ചുകൊണ്ട് എഴുതിയ പുസ്തകമാണിത്. മൂത്തിരിങ്ങാട് ഭവർത്രാതൻ നമ്പൂതിരിപ്പാടാണ് ഈ നോവൽ എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട രണ്ട് പ്രധാന പുസ്തകങ്ങളാണ് വി.ടി. ഭട്ടതിരിപ്പാടിന്റെ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്, മൂത്തിരിങ്ങോട് ഭവർത്രാതൻ നമ്പൂതിരിപ്പാടിന്റെ അപ്പന്റെ മകൾ. ഈ രണ്ട് പുസ്തകങ്ങൾ പ്രധാനപ്പെട്ടതാണ്. കൂടാതെ വി.ടി. ഭട്ടതിരിപ്പാടിന്റെ ആത്മകഥ ഏതാണെന്ന് ചോദ്യം വരാറുണ്ട്. കണ്ണീരും കിനാവും, ടിയേഴ്സ് ആൻഡ് ഡ്രീംസ് ആണ് വി.ടി. ഭട്ടതിരിപ്പാടിന്റെ ഓട്ടോബയോഗ്രഫി. വി.ടി. ഭട്ടതിരിപ്പാടിന്റെ ഓട്ടോബയോഗ്രഫി കണ്ണീരും കിനാവും, ടിയേഴ്സ് ആൻഡ് ഡ്രീംസ് ആണ്. ഇനി യോഗക്ഷേമ സഭ ഏതൊക്കെ പ്രധാന പരിഷ്കരണങ്ങളിലാണ് പങ്കാളികളായിട്ടുള്ളതെന്ന് നോക്കാം. സഭ പ്രധാനമായും പോരാടിയത് 4 മേഖലകളിലായിരുന്നു. ഒന്ന്, വിവാഹം. മൂത്ത മകൻ മാത്രം സ്വസമുദായത്തിൽ നിന്ന് വിവാഹം കഴിക്കുന്ന വേളി എന്ന സമ്പ്രദായത്തെ ഇവർ എതിർത്തു. വിദ്യാഭ്യാസ മേഖലയിൽ നമ്പൂതിരി യുവാക്കൾ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടണമെന്ന് സഭ ആശയം മുന്നോട്ട് വച്ചു. അതുപോലെ സ്ത്രീ വിമോചനം, മറക്കുട ഉപേക്ഷിക്കാനും അവരെ കൂടി പുറം ലോകത്തേക്ക് കൊണ്ടുവരാനും അന്തർജനങ്ങളെ ഇവർ പ്രേരിപ്പിച്ചു. മറ്റൊന്നാണ് മിശ്രഭോജനം. വി.ടി. ഭട്ടതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ നടന്ന മിശ്രഭോജനം വലിയൊരു വിപ്ലവമായിരുന്നു. അപ്പൊ ഇത് യോഗക്ഷേമ സഭയുടെ പ്രധാന ഇടപെടലുകളായിരുന്നു. വി.ടി. ഭട്ടതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ മിശ്രഭോജനം നടന്നിട്ടുണ്ട്. ഇനി അടുത്ത ഭാഗത്തേക്ക് നോക്കാം. യോഗക്ഷേമ സഭയുടെ നേതൃത്വത്തിൽ 1923 രൂപം കൊണ്ട യുവജന സംഘം ഒരുപാട് വിപ്ലവകരമായ ആശയങ്ങൾ മുന്നോട്ട് വച്ചിട്ടുണ്ട്. യോഗക്ഷേമ സഭയുടെ പ്രസിദ്ധീകരണങ്ങൾ പ്രധാനപ്പെട്ടതാണ്. പ്രധാനമായി അതിന്റെ മൗത്ത് പീസ് ഉണ്ണി നമ്പൂതിരിയാണ്. മറ്റൊരു പ്രധാന പ്രസിദ്ധീകരണമാണ് മംഗളോദയം. ഉണ്ണി നമ്പൂതിരി പ്രധാനപ്പെട്ട പുസ്തകമാണ്. യോഗക്ഷേമ സഭയുടെ തന്നെ മൗത്ത് പീസ് എന്ന് പറയാവുന്ന പ്രസിദ്ധീകരണമാണ് ഉണ്ണി നമ്പൂതിരി. മറ്റൊന്ന് മദ്രാസ് നമ്പൂതിരി ആക്ട്. 1933 സഭയുടെ ദീർഘകാലത്തെ പോരാട്ടത്തിന്റെ ഫലമായി നിയമം
വഴി വന്ന ഈ നിയമം എല്ലാ നമ്പൂതിരി പുരുഷന്മാർക്കും സ്വസമുദായത്തിൽ നിന്ന് വിവാഹം കഴിക്കാനും സ്വത്തിന്മേൽ അവകാശം ഉണ്ടാക്കാനും സാധിച്ചു. ഒരു തരത്തിൽ പറഞ്ഞ മരുമക്കത്തായം അവസാനിപ്പിച്ച് മക്കത്തായത്തിലേക്ക് വഴി തെളിയിച്ച ഒരു നിയമം കൂടിയാണിത്. ഇത് നടപ്പാക്കുന്നതിലും യോഗക്ഷേമ സഭയുടെ പ്രവർത്തനങ്ങൾ പ്രധാനപ്പെട്ടതാണ്. പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട പ്രധാന വർഷങ്ങളും നേതാക്കളുടെ പേരും പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കുക. നവോത്ഥാന നായകരിൽ വി.ടി. ഭട്ടതിരിപ്പാടിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ ഈ ഭാഗത്തു നിന്ന് പ്രതീക്ഷിക്കാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്തരം കൂടുതൽ വീഡിയോകളും അതുപോലെ നിങ്ങൾക്ക് വേണ്ട സജഷൻസും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. PSC പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന എല്ലാ ഫ്രണ്ട്സിനും വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ഒരു ചോദ്യവുമായിട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാം. കമൻറ്റ് ബോക്സിൽ എല്ലാവരും ഉത്തരം കമൻറ്റ് ചെയ്യുക. ഇന്നത്തെ ചോദ്യം, വി.ടി. ഭട്ടതിരിപ്പാടിൻ്റെ ആത്മകഥയുടെ പേരെന്താണ്? എല്ലാവരും ഉത്തരം കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. താങ്ക്